വേറെവർ ഗോ ഐ വിൽ ബി ദർ. ഗാദാജം. വന്ദനം സിനിമയിലെ ഈ ഡയലോഗ് ആരും തന്നെ മറക്കാൻ വഴിയുണ്ടായില്ല. അതിൽ തൻ്റെ പരസ്യവാചകം കോപ്പിയടിച്ചു എന്ന് പറഞ്ഞ് മോഹൻലാൽ നായികയുടെ പിറകെ നടക്കുന്നുണ്ട് ഒരുപാട് ചിരിച്ചവരാകും ഒട്ടുമിക്ക മലയാളികളും. പറഞ്ഞു വരുന്നത് സിനിമയെ പറ്റിയല്ല, ഒരു ലോഗോ കോപ്പിയടിയെ പറ്റിയാണ്. ലോഗോ മാത്രമല്ല, ഒരു പരസ്യ ക്യാമ്പയിൻ അട്ടപടലം കോപ്പിയടിച്ചതിനെ പറ്റി. ചെറുകിട കച്ചവടക്കാർ മുതൽ കേരള സർക്കാർ വരെയുണ്ടേ ഈ കോപ്പിയടിക്കാരുടെ കൂട്ടത്തിൽ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഗ്രൂപ്പായും അല്ലാതെയൊക്കെ സെൽഫിയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇനി അധികം സസ്പെൻസ് ഇട്ട് വെറുപ്പിക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ വന്ദനത്തിൽ തന്നെ മറ്റൊരു ഐക്കോണിക് ഡയലോഗുണ്ട്, എന്നാലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. അതെ, പറഞ്ഞു വരുന്നത് അതിനെപ്പറ്റി തന്നെയാണ്. ഐ ലവ് യു. അയ്യോ യു ഇല്ല കേട്ടോ. ഐ ലവ് കോഴിക്കോട്, ഐ ലവ് കൊച്ചി, ഐ ലവ് കൊല്ലം എന്നൊക്കെ പലയിടത്തും ബോർഡുകൾ വെച്ചത് കണ്ടിട്ടില്ലേ? അതിൻ്റെ തുടക്കം എവിടെ നിന്നാന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇതിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഐ ഒരു ചുവന്ന ഹേർട്ട് സിമ്പൽ, പിന്നെ സ്ഥലത്തിൻ്റെയോ കടയുടെ ഒക്കെ പേര്. ഇതാകാം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം കോപ്പിയടിക്കപ്പെട്ട ലോഗോ. പണ്ടെന്ന് പറയുമ്പോൾ 1970-കളിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടു. ക്രൈം റേറ്റുകൾ കൂടുകയും അടിസ്ഥാന വികസനം നിലയ്ക്കുകയും ചെയ്തു. അങ്ങനെ വരുമാനം കൊണ്ടുവന്നിരുന്ന ടൂറിസം മേഖലയാകെ തകർന്നു. അതിൽ നിന്ന് ന്യൂയോർക്കിനെ രക്ഷിക്കാൻ അന്നത്തെ ഭരണകർത്താക്കൾ കണ്ട വഴി ടൂറിസം മേഖല മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. അതിന് എന്ത് വേണമെന്ന ആലോചനയിലാണ് നഗരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിച്ഛായ മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അക്കാലത്ത് ഏറ്റവും പ്രശസ്തമായ വെൽസ് റിച്ച് ഗ്രീൻ എന്ന പരസ്യ ഏജൻസിയായിരുന്നു ആ ദൗത്യം ഏൽപ്പിച്ചത്. അവരാണ് ഐ ലവ് ന്യൂയോർക്ക് എന്ന ടാഗ് ലൈൻ കോയിൻ ചെയ്തത്. പക്ഷേ ടാഗ് ലൈൻ മാത്രം പോരല്ലോ, അതെ, അതിനൊരു ലോഗോ വേണമായിരുന്നു. അത് ഡിസൈൻ ചെയ്യാൻ ഏജൻസി ഗ്രാഫിക് ഡിസൈനറായ മിൽട്ടൺ ഗ്ലാസിയറിനെയും ഓൺ ബോർഡ് എത്തിച്ചു. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ലോഗോ ഡിസൈൻ ചെയ്തത്. ടാക്സി യാത്രക്കിടെ ഒരു കഷ്ണം പേപ്പറിലാണ് മിൽട്ടൺ ഗ്ലേസിയർ ആദ്യമായി ഈ ലോഗോ വരയ്ക്കുന്നത്. ചുവന്ന ക്രയോൺ കൊണ്ട് പേപ്പറിൽ വരച്ച ആ ലോഗോയാണ് മിൽട്ടൺ ഏജൻസിക്ക് കൈമാറുന്നത്. ന്യൂയോർക്കുകാരനായ മിൽട്ടൺ ആ വർക്കിന് പ്രതിഫലമൊന്നും വാങ്ങിയതുമില്ല. അങ്ങനെ 1977-ൽ ഇന്ന് കാണുന്ന ഐ ലവ് ന്യൂയോർക്ക് എന്ന ലോഗോ ആദ്യമായി പുറത്തിറങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ആ ലോഗോയും ക്യാമ്പയിനും ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റി. ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പായിരുന്നു ആ ക്യാമ്പയിൻ കാരണം ഉണ്ടായത്. പിന്നീട് 2001-ൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നാലെയും ഈ ലോഗോ റീബ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്നു. ഐ ലവ് NY മോർ ദാൻ എവർ എന്ന് പ്രിന്റ് ചെയ്ത ടീഷർട്ടുകൾ അണിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പേരായിരുന്നു അന്ന് നഗരത്തിൽ തടിച്ചുകൂടിയത്. പുതിയ ലോഗോയിൽ ഇരുണ്ട കറുത്ത ഹൃദയമായിരുന്നു ഉണ്ടായിരുന്നത്. 1977-ൽ പിറവിയെടുത്ത മിൽട്ടൺ ഗ്ലേസിയർ ഒരു തുണ്ട് പേപ്പറിൽ കുറിച്ചിട്ട ആ ലോഗോ ഇന്ന് ലോകത്തെമ്പാടും പല രൂപത്തിൽ കാണാൻ കഴിയും. വെള്ള നിറത്തിലുള്ള ടെക്സ്റ്റുകളും ചെറിയ റെഡ് നിറത്തിലുള്ള ഹേർട്ടും ന്യൂയോർക്കുകാരുടെ മാത്രമല്ല, ഇന്ന് എല്ലാവരുടെയും സ്വന്തമാണ്.